കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം വിജിലൻസ് കേസ് അന്വേഷിക്കാനായി ഒരു പുതിയ പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നതാണ് നമ്മൾ കണ്ടത്. ശേഷം ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ രാജ്യത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതായി കാണിക്കുന്നു. വിജിലന്റിനെ പോലെ വേഷമിട്ട ഒരുപാട് ആൾക്കാർ ഒരുപാട് പേര് ഉപദ്രവിക്കുന്നു. അവന്മാരും ഒരാളായിട്ട് അടിക്കുന്നുണ്ട്. നീ നിന്റെ ഗേൾഫ്രണ്ടിനെ എന്തിനാ അടിച്ചത്? എന്നിട്ട് നീ കോടതിയിലെ ട്രയലിൽ എന്താ പറഞ്ഞത്? അവളോട് ഇഷ്ടമായിരുന്നത് കൊണ്ടാണെന്നോ? ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഇവിടുത്തെ നിയമം കൃത്യമല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവിടെ ഒരുപാടെടുത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോ അവന്മാരും ഞങ്ങളെന്തിനാ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളെ നിയമം മര്യാദയ്ക്ക് നടപ്പിലാക്കാത്തത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അതിന് പോലീസും എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ പറ്റുമെന്നാണോ? ശേഷം ന്യൂസിലും വിജിലൻസ് കോപ്പി കാറ്റ് ക്രൈംസ് ഒരുപാട് ആ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 18ഓളം കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം പോലീസുകാരനും മീഡിയക്കാരും ഒക്കെ കാണുന്നുണ്ട്. ചാനൽ ചർച്ചയിലും മീഡിയക്കാര് വിജിലന്റിനെ ഹീറോ ആയിട്ടാണ് പരിഗണിക്കുന്നത്. നിങ്ങൾ കാരണം ഒരുപാട് ടീനേജേഴ്സ് അക്രമങ്ങൾ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വിജിലന്റും കേൾക്കുന്നു. കൂട്ടുകാരനും ഈ രാജ്യം മുഴുവൻ അവനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അവൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ചിലപ്പോ വിജിലന്റിനും ഇതൊക്കെ തന്നെയായിരിക്കും വേണ്ടത്. അതിന് കിമ്മും എനിക്ക് തോന്നുന്നില്ല അവൻ ഇതൊക്കെയാണ് വേണ്ടതെന്ന്. അതിന് മിന്നും അത് ശരിയാ, അവനല്ലല്ലോ മീഡിയയല്ലേ അവനെ ഇത്ര പൊക്കി വെക്കുന്നത്. അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത്. കിമ്മും ഇവിടുത്തെ നിയമം കൃത്യമായി പാലിച്ചെങ്കിൽ ആർക്കും ഇതൊന്നും ചെയ്യേണ്ടി വരില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അവനത് വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം മിന്നും ശ്രദ്ധിക്കുന്നു. പോലീസുകാരും വിജിലന്റിനെ കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ അവർക്ക് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അവരും ഡാഷ് ക്യാമും CCTV ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയെങ്കിലും വിജിലന്റ് എന്ന് പറയാനായിട്ട് അങ്ങനെ സംശയിക്കുന്ന ആരെയും അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ശേഷം മീഡിയക്കാരെയും ഓരോ ന്യൂസും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു ഡെലിവറി മാൻ മരിച്ച കാര്യവും അയാളെ ഇടിച്ച ട്രക്ക് ഡ്രൈവർ കോടതിയിൽ നിന്നും രക്ഷപ്പെട്ട കാര്യവുമൊക്കെ അവളും വായിക്കുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് കിമ്മും വായിക്കുന്നത്. അവനും ആ ഒരു കേസിനെ കുറിച്ച് നോക്കുന്നു. അപ്പോഴാണ് ഒരു ഡെലിവറി മാൻ കാറിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്ത് റോഡ് മുറിച്ച് കടക്കാൻ നേരം ഒരു ട്രക്ക് അവനെ വന്ന് ഇടിക്കുകയായിരുന്നു. ട്രക്ക് ഡ്രൈവറും വാഹനത്തിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. ആ ഡെലിവറി മാനും സഹായത്തിനായി ആവശ്യപ്പെടുന്നു. എന്നാൽ ട്രക്ക് ഡ്രൈവർ അവിടെ നോക്കുമ്പോ അവിടെ എങ്ങും പരിസരത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അയാളും ആ ട്രക്ക് എടുത്ത് റിവേഴ്സ് ചെയ്ത് വീണ്ടും ആ ഡെലിവറി മാനെ ഇടിക്കുന്നു. ഇക്കാര്യം വായിച്ചിട്ട് കിമ്മു ഷോക്കാകുന്നുണ്ട്. ആ ട്രക്ക് ഡ്രൈവറിന് 1 വർഷവും 1 മാസവും മാത്രമാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. ഇവനും ഇങ്ങനെ ആ ഒരു കേസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം മീനും അവിടേക്ക് വരുന്നുണ്ട്. അവന് നീ രാത്രി എന്ത് ചെയ്യുവാന്ന് ചോദിക്കുമ്പോ കിമ്മും എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല, അപ്പോ ബാക്കി വർക്ക് തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. നീ എന്താ ലൈറ്റ് ഓൺ ചെയ്യാതിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മിന്നും അവനെ വഴക്കു പറയുന്നു. മിന്നിന് കിമ്മിനെ ഒരു ചെറിയ സംശയമുണ്ട്. ആ ഒരു ട്രക്ക് ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് കിമ്മും എടുക്കുന്നു. അയാളുടെ അവനും ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അവനെ തേടി പോകുന്നുണ്ട്. അയാളും ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അയാളെ കാണിക്കുന്നുണ്ട്. അയാളും ജോലിക്ക് വരുന്ന സമയം ആ ഒരു ഡെലിവറി മാന്റെ അമ്മയും ട്രക്ക് ഡ്രൈവറെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ എന്റെ മകനെ കൊന്നതെന്ന് ചോദിച്ച് അവരും വഴക്കുണ്ടാക്കുന്നുണ്ട്. അതിനയാളും അത് വേറെ ഒരു ആക്സിഡന്റ് ആണ്, ഞാനിപ്പോ എന്ത് ചെയ്യാനാ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കൂടുതൽ പണം വാങ്ങിക്കാനായി വന്നതല്ലേ, അത് എന്റെ അടുത്ത് നിന്ന് നടക്കില്ല എന്ന് പറഞ്ഞ് അവരെ തള്ളിയിടുന്നുണ്ട്. ഇക്കാര്യം കിമ്മും കാണുന്നുണ്ട്. അയാളും ആ ഒരു തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് അയാളും പോകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോ കിമ്മിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കിമ്മും ട്രക്ക് ഡ്രൈവറെ ഫോളോ ചെയ്യുന്നു. അയാളും ബാത്ത് ഹൗസിലേക്ക് വരികയായിരുന്നു. അങ്ങനെ അയാൾ അവിടെ കിടക്കുമ്പോഴാണ് ഒരു മാസ്ക് വെച്ച് വിജിലന്റ് വന്ന് അയാളെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്താനായി ശ്രമിക്കുന്നു. ശേഷം കാണിക്കുന്നത് കിമ്മിനെയാണ്. കിമ്മും വീട്ടിലേക്ക് വരുമ്പോ താഴത്ത് വീണ്ടും ആ ഒരു കാർഡ്ബോർഡ് കിടക്കുന്നത് അവൻ കാണുന്നുണ്ട്. അതാ മുത്തശ്ശി കൊണ്ടുപോയപ്പോ താഴെ വീണ് പോയതാണ്. അവനത് അവർക്ക് കൊണ്ടുകൊടുക്കുന്നുണ്ട്. അവിടെയുള്ളൊരു കടക്കാരിയും കിമ്മിനോട് എന്റെ മകനായിരുന്നെങ്കിൽ ഇങ്ങനെ ആരെ സഹായിക്കലായിരുന്നു, നീ നമ്മുടെ ഈ സ്ഥലത്തിന്റെ തന്നെ അഭിമാനമാണ്. ആ മുത്തശ്ശിയും അവന് വീണ്ടും മിഠായി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ന്യൂസിൽ ആ ഒരു ഡെലിവറി മാനെ കൊലപ്പെടുത്തിയ ട്രക്ക് ഡ്രൈവർ ബാത്ത് ഹൗസിൽ മരിച്ച കാര്യം പറയുന്നത്. പോലീസും പറയുന്നത് അത് യഥാർത്ഥ വിജിലന്റ് തന്നെയാണ്, കോപ്പി കാറ്റ് അല്ല എന്നുള്ളതാണ്. പക്ഷെ കിം അക്കാര്യം അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കിം അല്ലായിരുന്നു അത് ചെയ്തത്. മാസ്ക് വെച്ച് വന്ന മറ്റാരോ ആണ് അയാളെ കൊലപ്പെടുത്തിയത്. പോലീസും അവിടേക്ക് വന്ന് അന്വേഷിക്കുന്നുണ്ട്. അവിടെ നിന്നിട്ടും അവർക്ക് പ്രത്യേകിച്ച് ക്ലൂ ഒന്നും തന്നെ കിട്ടുന്നില്ല. മീഡിയക്കാരും വലിയ ദേഷ്യത്തിലാണ്. ഇവർ ആ ഡെലിവറി മാന്റെ സ്റ്റോറി ചാനലിൽ കൊടുക്കാനായിട്ടാണ് ഇരുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ വിജിലന്റ് അയാളെ കൊന്നുകളഞ്ഞു. അതിന് മറ്റൊരാളും എനിക്ക് തോന്നുന്നത് മറ്റൊരു ന്യൂസ് ചാനലില് ന്യൂസ് കൊടുത്തിരിക്കുന്നത് വിജിലന്റ് വായിച്ചു കാണും, അങ്ങനെയായിരിക്കും അവനത് അറിഞ്ഞിട്ടുണ്ടാവുക. മീഡിയക്കാരും അത് പാടില്ല, വിജിലന്റ് നമ്മൾ കൊടുക്കുന്ന കേസസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് മറ്റുള്ളവരെയും അവൾ നിർബന്ധിക്കുന്നു. ശേഷം മറ്റൊരു ന്യൂസ് ചാനലിലും 3 കേസസ് കാണിക്കുന്നുണ്ട്. ആദ്യം കാണിക്കുന്ന സ്ത്രീയും അവർക്ക് 40 വയസ്സാണ് പ്രായം. അവരുടെ ഭർത്താവിനെ ഇൻഷുറൻസ് പണത്തിന് വേണ്ടിയിട്ട് അവർ കൊന്നുകളഞ്ഞു. അവർക്കും ചെറിയൊരു ശിക്ഷയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അവളെയും കാണിക്കുന്നുണ്ട്. അവളും ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സമയം മാസ്ക് വെച്ചിട്ട് വന്ന ഒരു വിജിലന്റും അവളെ തള്ളിയിടുന്നുണ്ട്. അവളെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം അടുത്തൊരു കേസ് ഒരു മൈനറും ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസായിരുന്നു. അയാളെയും മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്ന വിജിലന്റ് അടിക്കുന്നുണ്ട്. നീ എന്തിനാടാ ഈ കുറ്റങ്ങളൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നു. ആ സമയം ഇവിടെ കിമ്മും ലൈബ്രറിയിൽ നിൽക്കുകയായിരുന്നു. അവന്റെ ഫ്രണ്ടും അവനെ വന്ന് വിളിക്കുന്നുണ്ട്. വിജിലന്റ് ഏതോ മീഡിയക്കാർക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പെട്ടെന്ന് വന്ന് ന്യൂസ് കാണാനായി അവനെ നിർബന്ധിക്കുന്നു.
നിർബന്ധിക്കുന്നു. അവനും ഇതിപ്പോ ഏത് വിജിലന്റാ മീഡിയക്ക് മെസ്സേജ് അയച്ചത് എന്നാലോചിച്ച് അവനും പോകുന്നുണ്ട്. അത് മാസ്ക് വെച്ച വിജിലന്റ് ആയിരുന്നു. വിജിലന്റിസം ഒരു കുറ്റമാണ്. എല്ലാവർക്കും നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല. പബ്ലിക്കായിട്ട് ഞാനൊരു കാര്യം പറയുവാണ്. എന്റെ വിജിലന്റ് ആക്ടിവിറ്റീസ് ഞാൻ നിർത്താനായി പോകുന്നില്ല. ഇവിടുത്തെ നിയമങ്ങൾ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിക്ടിംസിന് വേണ്ടി ആരും ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഞങ്ങൾ വിജിലന്റ് ആണ്. ഞങ്ങളെ ആർക്കും തന്നെ പിടികൂടാനായി സാധിക്കില്ല. ഇവിടുത്തെ നിയമങ്ങൾ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ വിജിലന്റിസം തന്നെ ഇവിടെ നിന്ന് ഇല്ലാതാകുന്നതാണ്. കിമ്മിനും ഒരു ഐഡിയയുമില്ല ഇതൊക്കെ ആരാണ് ഈ ചെയ്യുന്നത്. അവന്റെ ഫ്രണ്ടും നിങ്ങൾക്കൊരിക്കലും എന്നെ പിടിക്കാനാകില്ല എന്ന് പോലീസുകാരെ അവൻ വിളിക്കുകയാണല്ലോ. കിമ്മും അത് വിജിലന്റ് അല്ല, അത് നിനക്കെങ്ങനെ അറിയാമെന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോ അവൻ ഞങ്ങൾ എന്നാ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഒരാള് മാത്രമേ വിജിലന്റ് ആയിട്ടുള്ളൂ, അതാണ് അവനും ഉദ്ദേശിച്ചത്. ഇവിടെ പോലീസുകാരും അന്വേഷിക്കുന്നുണ്ട്. സീനിയർ പോലീസും പറയുന്നത് ഈ 3 ആൾക്കാരെ കൊന്നത് ശരിക്കുള്ള വിജിലന്റ് അല്ല. അതിന് ജിമ്മൻ പോലീസും അതെങ്ങനെ നിങ്ങൾക്കറിയാമെന്ന് ചോദിക്കുമ്പോ അയാൾ മോട്ടീവ് സെയിം തന്നെയാണ്, പക്ഷെ ഒരു മൈനറിനെയും ഒരു സ്ത്രീയെയുമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ടാർഗറ്റ് ഇത്തവണ വ്യത്യാസം ഉണ്ടല്ലോ. അതിന് ജിമ്മൻ പോലീസും തെളിവില്ലാതെ നമുക്കൊന്നും തന്നെ പറയാനായി സാധിക്കില്ല, നമുക്ക് ഉറപ്പിക്കാനും കഴിയില്ല. അവനിപ്പോ ആൾക്കാര് ഒരു ഹീറോ ആയിട്ടല്ലേ നോക്കി കാണുന്നത്. കൈയടിക്കാനും കാണാനും ആൾക്കാരുണ്ടെങ്കിൽ അവനൊക്കെ ഏതൊരു അറ്റം വരെയും പോകും. അതുകൊണ്ടായിരിക്കും ഒരു മൈനറിനെയും ഒരു സ്ത്രീയെയും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അതിന് പ്രൊഫസറും അയാൾ മീഡിയക്ക് കൊടുത്ത മെസ്സേജ് ശ്രദ്ധിച്ചില്ലേ? വിജിലന്റിന്റെ പ്രവർത്തനങ്ങൾ നല്ലതാണെന്നും അവനെ സപ്പോർട്ട് ചെയ്യുകയുമാണെന്നാണ് ആ പറഞ്ഞയാള് അർത്ഥമാക്കുന്നത്. അവൻ ആരെയോ പ്രൊവോക്ക് ചെയ്യാനായി ശ്രമിക്കുകയാണ്. ഒരിക്കലും വിജിലന്റ് അങ്ങനെ ചെയ്യില്ല. വിജിലന്റിനെ കോപ്പിക്കാറ്റ് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കണം ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നത്. ഇവിടെ മീഡിയക്കാരും ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു ചാനലിലാണ് മാസ്ക് വെച്ച ആ ഒരു വിജിലന്റ് വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡയറക്ടർ ഞങ്ങളോട് ദേഷ്യപ്പെടുകയാണ്, നമ്മുടെ ഷോ അവസാനിപ്പിച്ചേ മതിയാവൂ എന്നാണ് അയാൾ പറയുന്നത്. അതിന് മീഡിയക്കാരെയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു ചാനൽ ചർച്ച വെച്ചോളൂ, നമ്മൾ തന്നെ ശരിക്കുമുള്ള വിജിലന്റിന്റെ മെസ്സേജ് ആൾക്കാരിലേക്ക് എത്തിക്കും, അത് ഞാൻ തന്നെ ചെയ്തോളാം. ആ ഒരു മീഡിയക്കാരി നടത്തുന്ന ചാനൽ ചർച്ച കിമ്മും കാണുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടറും നിങ്ങളുടെ ചാനലിലൂടെ ആ ഒരു ക്രിമിനൽസിന്റെ മുഖം കാണിച്ചതുകൊണ്ടാണ് വിജിലന്റും അവരെ ശിക്ഷിക്കുന്നത്. നമ്മൾ മീഡിയക്കാരാണ് അയാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു ക്രിമിനൽസിന്റെയും കുടുംബക്കാരുണ്ടല്ലോ, അവർക്കും എന്തുമാത്രം വിഷമങ്ങൾ ഉണ്ടായിരിക്കും. അവരൊക്കെ ആരാ നോക്കുന്നത്? മനുഷ്യാവകാശം എന്നുള്ളത് നമ്മൾ സംരക്ഷിച്ചല്ലേ മതിയാകൂ. അതിന് മീഡിയക്കാരിയും നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്, പക്ഷെ വിക്ടിമിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ഓർക്കുന്നില്ല? അവരല്ലേ നല്ല ആൾക്കാര്. അവരുടെ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നില്ലല്ലോ. നിങ്ങൾ ക്രിമിനൽസിനെയല്ലേ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ക്രൈം നടക്കുമ്പോ വിക്ടിമിന് മാത്രമല്ല പ്രശ്നം വരുന്നത്, അവരുടെ കുടുംബത്തിനും വലിയ പ്രശ്നം തന്നെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടെ അച്ഛനമ്മമാരെ നഷ്ടപ്പെടുമ്പോ അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്നു. അതൊക്കെ ആരാ നോക്കുന്നത്? അവരെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ക്രിമിനൽസിനും മനുഷ്യാവകാശം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവിടുത്തെ നിയമങ്ങൾ ശരിയായ രീതിയിലാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ നിയമം കൊണ്ട് കുറ്റം ചെയ്യുന്നവരെ നന്നായി ശിക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ കാണുന്നത് പോലത്തെ വിജിലന്റുമാരൊന്നും ഇവിടെയൊന്നും വരേണ്ട ആവശ്യമേ ഇല്ല. ശിക്ഷം കാണിക്കുന്നത് വിജിലന്റിന്റെ കൂടി ധരിച്ച ഒരാളെ ആരോ ഇട്ട് ഓടിക്കുന്നതാണ്. പോലീസുകാരും അവനെ പിടിക്കുന്നുണ്ട്. അവൻ ശരിക്കും വിജിലന്റ് ആയിരുന്നില്ല എന്ന് ജിമ്മൻ പോലീസും പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കിമ്മ സാധാരണ സഹായിക്കാറുള്ള ആ ഒരു മുത്തശ്ശിയാണ്. അവരും കാർഡ്ബോർഡും കൊണ്ട് പോകുന്ന സമയം ഒരു കാറും ആ വഴിക്ക് വരുന്നുണ്ട്. അതൊരു ചെറിയ വഴിയായിരുന്നത് കൊണ്ട് തന്നെ കാറിന് പോകാനായി സാധിക്കുന്നില്ല. അവരും പതുക്കെ ഇറങ്ങിയിട്ട് ഞാനിത് മാറ്റിത്തരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു കാറുകാരൻ അവരെ കാറ് കൊണ്ട് ഇടിച്ചു തള്ളിയിടുന്നു. ഇത് കണ്ടിട്ട് അടുത്തുള്ള ഒരു കടക്കാരനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കാറുകാരനോട് ചോദ്യം ചെയ്യുന്നു, നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവര് തമ്മിലും അടികൂടുന്നുണ്ട്. ആ ഒരു കടക്കാരനും കാറുകാരനിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട്. ശേഷം പോലീസുകാരും അവിടേക്ക് വരുന്നു. പോലീസുകാരനും കടക്കാരനോട് ആളുടെ മുഖത്തിന് ഇത് എന്ത് പറ്റി? നിങ്ങൾ അവനെ അടിച്ചതാണോ? അതിന് കടക്കാരനും അവനാണ് എന്നെ ആദ്യം അടിച്ചത്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചടിച്ചത്. പോലീസുകാരനും എന്നിരുന്നാലും അങ്ങനെ ആരെയും അടിക്കാൻ പാടില്ലല്ലോ. അയാളെങ്ങാനും നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളും അകത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളും വരണം. അതിനാലും ഇതെന്ത് നിയമമാണ്? അയാളല്ലേ കുറ്റം ചെയ്തത്, ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ശേഷം ന്യൂസിലും ആ ഒരു മുത്തശ്ശി മരിച്ച വാർത്ത വരുന്നുണ്ട്. ഇക്കാര്യം ടിവിയിലൂടെ കിമ്മും കാണുന്നു. അവന് മനസ്സിലാകുന്നുണ്ട് ആ ഒരു മുത്തശ്ശിക്കാണ് ആക്സിഡന്റ് പറ്റിയതെന്ന്. ആ ഒരു ആക്സിഡന്റിൽ അവരും മരിച്ചു പോകുന്നു. ആ ആക്സിഡന്റ് ഉണ്ടാക്കി അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു മുത്തശ്ശിയെ കാർ ഇടിക്കുന്നത് കണ്ട ഒരു കടക്കാരനും ആ കാറുകാരനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മിന്നും ആ മുത്തശ്ശിയെ കൊന്നവന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ്. അത് ചോദ്യം ചെയ്യാൻ ചെന്ന ആളോ പോലീസ് സ്റ്റേഷനിലും. ഇതൊക്കെ എന്ത് നിയമമാണ്? കിമ്മിനും നന്നായി ദേഷ്യം വരുന്നുണ്ട്. അവന് രാത്രി കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ല. അവിടെ അവന്റെ ഫ്രണ്ട്സ് എല്ലാം ഉറങ്ങിയെന്ന് കണ്ട അവനും പ്രൊഫസറുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ പ്രതി ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ അവനും എടുക്കുന്നു. ശേഷം വീക്കെൻഡ് ആകുമ്പോ ഇവരെല്ലാവരും വീട്ടിലേക്ക് പോകുന്നു. മറ്റേ ഫ്രണ്ടും അവരെ രണ്ടുപേരെയും ക്ലബിലേക്ക് പോകാനായി നിർബന്ധിക്കുന്നുണ്ട്. മിന്നും വരുന്നില്ലെന്നാണ് പറയുന്നത്. കിമ്മിനും മറ്റൊരിടത്തേക്ക് പോകണമെന്നാണ് പറയുന്നത്. മീഡിയക്കാരും മറ്റുള്ളവരോട് പറയുന്നുണ്ട്, നിങ്ങളും മീഡിയയിൽ പുതിയൊരു കേസ് വന്നിരിക്കുന്നത് കണ്ടതാണല്ലോ. ഒരു മുത്തശ്ശിയെ കാറിടിച്ച ആ ഒരു പ്രതിയും ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അവിടേക്ക് വിജിലന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിന് ചുറ്റും ക്യാമറാസ് വെക്കണം. നമ്മൾ അവിടെ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. ആ ഒരു ഹോസ്പിറ്റലിലും കാണിക്കുന്നുണ്ട്. ആ കാർ ഡ്രൈവറും ഒരു റൂമിൽ
റൂമിലാണുള്ളത്. അവിടെ ഒരു പോലീസുകാരനും ഇരിക്കുന്നുണ്ട്. ആ ഒരു പോലീസുകാരൻ മാത്രമല്ല, മറ്റു കുറച്ച് പോലീസുകാരും താഴത്തെ പാർക്കിങ്ങിൽ നിൽക്കുന്നുണ്ട്. ജിമ്മും പോലീസും ഒപ്പം ഉണ്ടായിരുന്നു. ആ സമയം അവിടെ ഒരു കാറ് വഴിയിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അവർക്കും അത് നീക്കാനാകാതെ നിൽക്കുമ്പോ ജിമ്മും പോലീസും വന്ന് ആ ഒരു കാറിനെയും എടുത്ത് നീക്കിയിടുന്നു. എന്നിട്ട് പോലീസുകാരോട് കാറ് പാർക്ക് ചെയ്തിട്ട് വരാനായി പറയുന്നു. എന്നിട്ട് സ്റ്റൈലായിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. പോലീസുകാരെല്ലാം അതിശയിച്ച് നിൽക്കുകയാണ്. ഇവിടെ മീഡിയക്കാരിയും ഹോസ്പിറ്റലിന് പുറത്തുണ്ടായിരുന്നു. അവളും ക്യാമറയ്ക്ക് റെഡിയാക്കി വെച്ച് ഇരിക്കുകയാണ്. ആ സമയം ആ ഒരു കാർ ഡ്രൈവറിന്റെ റൂമിലുണ്ടായിരുന്ന പോലീസുകാരന് ഒരു ഫോൺ കോൾ വരുന്നു. നിങ്ങൾ പാർക്ക് ചെയ്ത് കാറിൽ ഇടിച്ചെന്നാണോ? ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അയാളും അങ്ങോട്ടേക്ക് പോകുന്നു. ആ ഗ്യാപ്പിന് കിമ്മും ആ കാറുകാരന്റെ റൂമിലേക്ക് പോകുന്നു. അയാളെ അവൻ കൊല്ലാനായി ശ്രമിക്കുന്നു. ഇവിടെ നിയമം പാലിക്കപ്പെടേണ്ട സ്ഥലത്ത് അവർ കൃത്യമായി അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു ക്രൈമിനെ മറ്റൊരു ക്രൈം കൊണ്ട് ശിക്ഷിക്കാനാകും. നിനക്കിപ്പം മരിക്കണ്ടെങ്കിൽ ജഡ്ജിനോട് നീ പറയണം, നിനക്ക് ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ നീ വാങ്ങിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്നെ റിലീസ് ചെയ്യുന്ന അതേ സമയം നമ്മൾ വീണ്ടും കണ്ടുമുട്ടേണ്ടി വരും. അന്ന് നിന്റെ അവസാനമായിരിക്കും എന്ന് വാർണിംഗ് കൊടുക്കുന്നു. അപ്പോഴാണ് ആ കാറുകാരന്റെ റൂമിലുണ്ടായിരുന്ന പോലീസുകാരൻ താഴേക്ക് വരുമ്പോ മറ്റു പോലീസുകാരും എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ വിളിച്ചു പറഞ്ഞു, അയാൾ എന്റെ കാർ ഇടിച്ചു വന്നു, അത് നോക്കാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അയാളും അത് ചെക്ക് ചെയ്തിട്ട് കാറിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് പോലീസുകാർക്കും കത്തുന്നത്. അത് മിക്കവാറും വിജിലന്റ് ആയിരിക്കണം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അവരും കാറുകാരന്റെ അടുത്തേക്ക് പോകുന്നു. അതേസമയം തന്നെ ജിമ്മും പോലീസും കാറുകാരന്റെ റൂമിലേക്ക് പോവുകയായിരുന്നു. ആ സമയം ഒരു ഡോക്ടറുടെ കോട്ടൊക്കെ ഇട്ട് കിമ്മും ആ റൂമിൽ നിന്നും ഇറങ്ങി പോകുന്നു. ജിമ്മും പോലീസിനും എന്തോ ഒരു സംശയം. അയാളും കിമ്മിനെ ഫോളോ ചെയ്യാനായി നിൽക്കുമ്പോ മറ്റു പോലീസുകാരെല്ലാവരും ധൃതിപ്പെട്ട് കാറുകാരന്റെ അടുത്തേക്ക് വരുന്നത് അയാൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ജിമ്മും പോലീസും അയാളുടെ അടുത്തേക്ക് പോകുന്നു. കാറുകാരനോട് ചോദിക്കുമ്പോ എന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. പോലീസുകാരും നിങ്ങൾ അയാളുടെ മുഖം കണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇരുട്ടായതുകൊണ്ട് കണ്ടില്ലെന്നാണ് അയാളും പറയുന്നത്. ജിമ്മും പോലീസും CCTV എല്ലാം തന്നെ ചെക്ക് ചെയ്യണം. ഇവിടെയുള്ള പാർക്കിങ്ങും ഏരിയ മുഴുവൻ ചെക്ക് ചെയ്യണം. അവനെ നമുക്കൊന്ന് പിടികൂടിയേ മതിയാകൂ. അങ്ങനെ അവരും ആ ഒരു ഹോസ്പിറ്റൽ മുഴുവൻ പരിശോധിക്കുന്നുണ്ട്. കിമ്മും സ്റ്റെയർ വഴി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. മറ്റൊരു പോലീസുകാരനും CCTV ചെക്ക് ചെയ്യാനായി വരുന്ന സമയം അതൊന്നും തന്നെ വർക്കിംഗ് ആയിരുന്നില്ല. കിമ്മും സ്റ്റെയർ വഴി പോകുമ്പോ ജിമ്മും പോലീസും അതുവഴി തന്നെ പോകുന്നുണ്ട്. കിമ്മും തന്റെ പുറകിൽ ആരോ വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുന്നു. അവനും ആ ഒരു കോട്ടൊക്കെ മാറ്റിയിട്ട് ആ ഒരു ഹുഡിയും ധരിച്ച് മറ്റൊരു വഴിയിലൂടെ പോകുന്നു. പക്ഷെ ജിമ്മും പോലീസ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. ജിമ്മും പോലീസ് പുറത്തേക്ക് വരുന്നത് മീഡിയക്കാരി കാണുന്നുണ്ട്. എല്ലാവരും ഫോക്കസ് ചെയ്തോണം എന്ന് പറഞ്ഞ അവളും. അപ്പോഴാണ് മറ്റു പോലീസുകാര് ജിമ്മും പോലീസിന്റെ അടുത്തേക്ക് വരുന്നത്. ഇവിടെ കാറുകാരൻ നിൽക്കുന്ന സമയം മാസ്ക് വെച്ചൊരു വിജിലന്റും അവിടേക്ക് വരുന്നുണ്ട്. അവൻ പറഞ്ഞത് ശരി തന്നെയാണ്. കുറ്റത്തെ കുറ്റം കൊണ്ട് മാത്രമേ ശിക്ഷിക്കാനാകൂ. കിമ്മും അവിടെ നിന്ന് പോകുമ്പോ ഒരാള് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും കാറിന്റെ പുറത്തേക്ക് വന്ന് വീഴുന്നത് അവനും കാണുന്നുണ്ട്. അത് ആ മാസ്ക് വെച്ച വിജിലന്റ് ആണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് മീഡിയക്കാരും അവിടേക്ക് പോയി നോക്കുന്നു. പോലീസുകാരും അത് കാണുന്നുണ്ട്. ഇത്രയും സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നിട്ടും വിജിലന്റ് വന്ന് ആ ഒരു കാറുകാരനെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മീഡിയക്കാരും അവിടേക്ക് വരുന്നു. കിമ്മിനും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവന് നോക്കുമ്പോ ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്നായി കയറിൽ തൂങ്ങി ഒരാൾ ഇറങ്ങുന്നത് അവനും കാണുന്നുണ്ട്. ആ മാസ്ക് വെച്ച വിജിലന്റും ഒരു ആംബുലൻസും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇക്കാര്യം കിമ്മും കാണുന്നുണ്ടായിരുന്നു. അവനും ആ ഒരു മാസ്ക് വെച്ചവനെ ഫോളോ ചെയ്യാനായി തീരുമാനിക്കുന്നു. അവനും ഓടി വന്ന് ആ ഒരു ആംബുലൻസിനകത്തും കയറുന്നു. മാസ്ക് വെച്ചവനും നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ കിമ്മും, നീ ആരാടാ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അതിന് മാസ്ക് വെച്ചവനും എന്തിനാ ഇത്ര ധൃതിപ്പെടുന്നേ കിം ജിയോങ് എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ കിമ്മും അവനെ നോക്കി ചിരിക്കുന്നു. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.